ആണ് മാത്തമാറ്റിക്സിൻ്റെ 6th ചാപ്റ്ററായ ത്രികോണമിതി അഥവാ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേരിൻ്റെ ഹെഡിങ് പോലെ തന്നെ നമ്മൾ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ട്രയാങ്കിൾ ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് 2 ട്രയാങ്കിൾ പരിചയപ്പെടുത്തുവാണേ. 2 സൈഡ് തുല്യ നീളമുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതുപോലെ ഒരു വശം കുറച്ച് നീളം കൂടിയ റൈറ്റ് ട്രയാങ്കിൾ. ഈ 2 റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുമുണ്ട്. നിലവിൽ നിങ്ങൾ ഈസി ആയിട്ട് കണ്ടിട്ടുള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ അല്ലേ. അപ്പോൾ ഈ 2 ലെങ്ത്തും ഈക്വൽ ആകുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. ഇത് 45 ഡിഗ്രി. കുത്തനെയുള്ളത് എപ്പോഴും അറിയാമല്ലോ, 90 ഡിഗ്രി. അതുപോലെ ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഒരു ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ 3 കൂടെ കൂട്ടിയാൽ 180 വരണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളുക. ഞാനിവിടെ 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള 4 റൈറ്റ് ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ എഴുതി. ഇത് 8 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ ഇത് 4, ഇത് 4 ആണെങ്കിൽ ഇതെത്ര? ഇത് 2, ഇത് 2 ആണെങ്കിൽ ഇതെത്ര? ഇതൊരു 9 വേണ്ട, അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ 3 നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് പറയാം, റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ബേസും ഓൾട്ടിറ്റ്യൂഡും ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എങ്ങനെയാണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസിൻ്റെ സ്ക്വയർ 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. 8 സ്ക്വയർ 64 പ്ലസ് 64 that is equal to hypotenuse square. So 128 equal to hypotenuse square. ശരിയല്ലേ? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എത്രയാണ്? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു √128. ക്ലിയർ ആയോ? അപ്പോൾ ഈ മെഷർമെൻറ്റ് എത്രയാണ്? √128. അപ്പം ഈ √128 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ പോലെ ആക്കണം. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ മാത്രമേ റൂട്ട് അതിൽ നിന്ന് മാറുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. 128നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 6 2s are 12, 4 2s are 8. സോ ഇതെന്തായി? √64. ഈ 64ന് റൂട്ട് ഉണ്ടല്ലോ, 8 അല്ലേ. അപ്പോൾ നമുക്ക് ഈ ആൾ ഇപ്പോൾ നോക്കുക, ഇത് √128 ഈക്വൽ ടു √2 × 64 ആണ്. അപ്പോൾ 64ന് റൂട്ട് അറിയാലോ നമുക്ക്. സോ 8 √2. √2ന് ആളില്ലാത്തതുകൊണ്ട് √2ന് നമുക്ക് ഉള്ളിൽ എഴുതി. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 8 √2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 4 വന്നാൽ എന്ത് വരും? 4 സ്ക്വയർ പ്ലസ് എങ്ങനെ വരും? 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് 16 പ്ലസ് 16 അതായത് 32. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് 16 വരും. അപ്പോൾ 16 റൂട്ട് 4 √2. അപ്പം ജനറലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? 4 വന്നാൽ ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 √2. ഇത് 2 വന്നാൽ ഇവിടെ എന്ത് വരും? 2 √2. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ എഴുതി. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ തൊട്ടടുത്തടുത്ത് 2 വശങ്ങൾ തുല്യ നീളമുള്ള 2 ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് ഞാൻ ഇതിൽ നമ്മൾ റേഷ്യോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. x √2x എന്നുള്ളതാണ് റേഷ്യോ. സാധാരണ നമ്മൾ ടീച്ചേഴ്സ് അവിടെ 1:1:√2 എന്നേ പറയാറുള്ളൂ. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ എക്സ് കൂട്ടി പഠിച്ചു. x √2. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ. ഏതിൻ്റെ കേസിലാണ്? 45 90 ഡിഗ്രി വരുന്ന കേസിൽ നമ്മൾ ഇത് ഓർത്ത് വെച്ചിരുന്നോണം. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ രണ്ട് വശങ്ങളും തുല്യ നീളമുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. എനിക്ക് ഈ 2 വശങ്ങളും അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ 12 എന്ന് കൊടുത്തു എങ്കിൽ വാട്ട് അബൌട്ട് ദ അതർ 2 സൈഡ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക. ഈ 12 വന്നത് 90യുടെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റിൻ്റെ ജനറൽ ഫോം എന്താ? x √2. സോ x √2ന് ഈക്വൽ ആണ് ആര്? 12. സോ x ഈക്വൽ ടു × 2 അങ്ങോട്ട് പോകുമ്പോൾ
ഡിവൈഡഡ് ബൈ 2 ആവും. ഓർത്തിട്ട് സോ 12/√2. ഈ ആൻസർ എന്താണ്? 12/√2. 12/√2 ഇങ്ങനെ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. ഒന്നും പേടിക്കണ്ട കേട്ടോ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 12/√2 സാധാരണ ഒരു ഭംഗി കുറവാണ് അല്ലേ? അപ്പം നമ്മൾ അതിന് ഒരു എളുപ്പമാർഗ്ഗം എന്താണെന്നറിയോ? ഈ 12നെ വേണമെങ്കിൽ നമുക്ക് 2 × 6 എന്ന് എഴുതാമല്ലോ, /√2. അപ്പോൾ ഈ 2നെ നമുക്ക് വേണമെങ്കിൽ √2 × √2 അല്ലേ, ×6/√2 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്താൽ ആൻസർ എന്ത് വരും? 6√2 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. 6√2. ഇത് എന്ത് വരും? 6√2 തന്നെ. ക്ലിയർ ആയോ? അപ്പം നമുക്ക് ഏത് ഒരാംഗിളും ഒരു സൈഡും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ട്രയാങ്കിളിൻ്റെ മറ്റ് 2 സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത്, ഒരു വശം കൂർത്തിരിക്കുന്നത്, അതായത് 30, 60, 90 ആവുന്നത് നമ്മളെടുത്താൽ എങ്ങനെ വരും? 30:60:90. ഇത് നിങ്ങൾ ഇത് 45ൻ്റെ കഥ പോലെ ഒരു കഥയുണ്ട്. നിങ്ങൾ കഥയൊന്നും പഠിക്കണ്ട. 30യുടെ ഓപ്പോസിറ്റ് 1:60യുടെ ഓപ്പോസിറ്റ് √3:2. അതായത് 1:√3:2 എന്നുള്ളത് ബൈ ഹാർട്ട് പഠിച്ചേക്കണം. 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. അപ്പോൾ എക്സ് കൂട്ടി പഠിക്കുമ്പോൾ 1x, √3x, 2x. ഓക്കെ, ഇങ്ങനെ നിൽക്കും. ക്ലിയർ ആയോ? ഇനി ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് കാണിച്ചേക്കാം. ഇങ്ങനൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇത് 30, ഇത് 60 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരു 12 എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ 90യുടെ ഓപ്പോസിറ്റ് ആണല്ലോ 12 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് എന്താണ്? 2x. സോ 2x = 12 എന്ന് വന്നു. സോ x = 12/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? 1x അല്ലേ? 1x. ഇത് √3x. അപ്പോൾ ഈ വാല്യൂ എന്തായി മാറി? ഇത് 6 ആയി. ഇത് 6√3, x × √3, അതായത് 6 × √3, 6√3. മനസ്സിലായോ? മറ്റു വാല്യൂസ് കണ്ടുപിടിക്കുന്നേ നിങ്ങളോട് ഒന്ന് പറഞ്ഞേക്കാം. ചുവടെ കാണിച്ചിരിക്കുന്ന സമാന്തരികങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. എന്താണ്? ഏരിയ ഓഫ് എ പാരലോഗ്രാം കണക്കാക്കാൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഗിവൺ പാരലോഗ്രാം. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ പഴയ കാലത്ത് പഠിച്ച ഇക്വേഷൻസ് ഒന്നും മറക്കില്ല കേട്ടോ. 9ലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് ഓക്കെ 4 cm നമ്മുടെ കയ്യിലുണ്ട്. ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് ഇല്ല. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പൊക്കം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിൾ സെപ്പറേറ്റ് ഒന്ന് വരയ്ക്കാം. നമുക്ക് എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റും ആംഗിളും കിട്ടിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുമല്ലേ? എവിടെയാണ് കിടക്കുന്നത്? ഇതാണ് എന്ത് നടക്കുന്നത്? 4 cm. അപ്പോൾ ഉറപ്പായിട്ടും ഇതും 4 cm അല്ലേ? ഇത് രണ്ടും 4 ആണെങ്കിൽ ഇതെന്ത് വരും? 4√2 x √2. അപ്പം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4√2. സോ 4 × 4√2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16√2. മനസ്സിലായോ? ഇവിടെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾ പറയും, ഇത് രണ്ട് സെയിം ആണല്ലോ, ബേസ് 4 ആണ്, സൈഡിലെ ലെങ്ത്ത് 2 ആണെങ്കിൽ അപ്പോൾ ഇത് രണ്ട് പരപ്പളവ് സെയിം ആണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുമെങ്കിലും ഇവിടെ കണ്ടോ, ഇതിൽ 45 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രിയാണ്. സോ അതിനനുസരിച്ചുള്ള ചേഞ്ച് അവിടെ വരും കേട്ടോ. സോ ഇവിടെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയയെ കൊണ്ട് ബേസ് ഇൻറ്റു ഹൈറ്റ് നമ്മളിവിടെ വരച്ചെടുക്കുക. ഇവിടെ നമുക്ക് കണ്ടെടുത്തേണ്ടത് ഏരിയ ആണ്. ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ബേസിൻ്റെ ലെങ്ത് എത്രയാണ്? 4 cm തന്നിട്ടുണ്ട്. സോ 4 cm ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത്? ട്രയാങ്കിളിനെ റൈറ്റ് ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്തു. ഇനി ഇത് എത്രയാണ്? ഇത് 60 ആണ് അല്ലേ? അപ്പോൾ 60യുടെ ഇത് 90യുടെ ഓപ്പോസിറ്റ് എന്ത് കിടക്കുന്നുണ്ട്? 2 കിടക്കുന്നുണ്ട്. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? ഓർത്തിരുന്നോളാം. 30, 60, 90 എന്ന് വരുന്ന ചിത്രത്തിൽ
എക്സ് ഈസ് ടു √3x ഈക്വൽ ടു 2x എന്ന. അപ്പോൾ 2xൻ്റെ പൊസിഷനിലാണ് ആര് കിടക്കുന്നത്? ഈ 2. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? 2x ഈക്വൽ ടു 2, x ഈക്വൽ ടു 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ഹൈറ്റ് ആണല്ലോ, 60യുടെ ഓപ്പോസിറ്റ്. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് വരുന്നിടത്ത് എന്ത് ചെയ്താൽ നമ്മൾ എക്സിന് 1 കൊടുക്കുന്നു. സോ √3x ഈക്വൽ ടു 1. സോ എക്സ് ഈക്വൽ ടു 1/√3. എത്രയാണ്? 1/√3. ദെൻ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ല, സോറി, ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് വെച്ചാൽ 4 cm ഇൻറ്റു മറ്റേത് 1/√3. 4 1s are 4/√3 ആണ് ഫൈനൽ ആൻസർ. അടുത്തത് പേജ് നമ്പർ 103-ലെ 3 ചോദ്യങ്ങളാണ്. ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാനാണ്. ബേസ് ലെങ്ത് ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്, ഇവിടെ 3 ആണ്. ഇവിടെ ആംഗിൾ ഇവിടെ 30 വന്നു, ഇവിടെ 60 വന്നു, ഇവിടെ 40 വന്നു. എന്ത് ഡിഫറൻസ് ഉണ്ടാവും നമുക്ക് നോക്കാം. ഇവിടെ 3 ട്രയാങ്കിൾസിൻ്റെ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണെന്ന് അറിയാം. ഇവിടെ വളരെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് അറിയാം, പക്ഷെ ഹൈറ്റ് അറിയില്ല. നമുക്കിവിടെ 2 cm എന്നറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് 1 ആണ്, 90യുടെ ഓപ്പോസിറ്റ് 2. സോ 2xൻ്റെ സ്ഥാനത്താണ് 2 കിടക്കുന്നത്. 2x ഈക്വൽ ടു 2 ആണെങ്കിൽ x ഈക്വൽ ടു 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 cm. അപ്പോൾ ഈ പുള്ളിക്കാരൻ എത്രയാണ്? 1. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി? 1. ബേസിൻ്റെ കൂടെ കൊടുക്കേണ്ടത് 4. 1/2 ഇൻറ്റു 4 ഇൻറ്റു 1. 4 1s are 4/2, that is equal to 2 centimeter square. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അതേ സെയിം മെത്തേഡ് തന്നെ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് 4 cm ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇത് 2 cm ആണെന്ന് അറിയാം. സോ 2xൻ്റെ സ്ഥാനത്താണ് 2 വന്നിരിക്കുന്നത്. സോ x ഈക്വൽ ടു 1 ആണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് 60യുടെ ഓപ്പോസിറ്റുള്ള മെഷർമെൻറ്റ് എന്താ? 60യുടെ ഓപ്പോസിറ്റ് മറന്നുപോയെങ്കിൽ എഴുതുക. എന്താ എഴുതേണ്ടത്? 30 60 90 വന്നാൽ 1:1x ഈസ് ടു √3x ഈസ് ടു 2x. ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഇവിടെ 2xൻ്റെ പൊസിഷനിലാണ് ആര് കിടക്കുന്നത്? 2 കിടക്കുന്നത്. സോ x ഈക്വൽ ടു ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോൾ /2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതുകൂടെ കട്ട് ചെയ്ത ആൻസർ ഈസ് 1 2s are 2 ഇൻറ്റു 1 2 തന്നെ വരും. ഇതിൻ്റെ ഫസ്റ്റ് വൺ ആൻസർ 1 centimeter square, ഇത് 2 centimeter square. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 45 ഡിഗ്രി, അതായത് 45:90 വരുന്ന ചിത്രങ്ങളിൽ 1x ഈസ് ടു √2x എന്ന. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിവിടെ ഹൈറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 90യുടെ ഓപ്പോസിറ്റാണ് 2. സോ √2x ഈക്വൽ ടു 2. സോ x ഈക്വൽ ടു 2/√2. മുമ്പത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് മുകളിലോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു √2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ √2 ഇടാം. സോ ആൻസർ ഈസ് 2√2 ഡിവൈഡഡ് ബൈ 2. 2 ഇൻറ്റു കട്ടായാൽ 1/1 അല്ല, ജസ്റ്റ് √2. സോ ഇത് √2 ആണ്. ഇനി എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ആരാണ്? 4 cm ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്
2. സോ 4 √2/2. അതായത് കട്ട് ചെയ്ത് 2 √2 എന്ന് എഴുതാം.